പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങി. ബൂത്ത് മണ്ഡലതല പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ തുടങ്ങുമെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് തീരുമാനമായില്ല. ചേലക്കരയിൽ ഇന്നു മുതൽ പ്രവർത്തനങ്ങൾ തുടങ്ങും. നാളെ മുതൽ യോഗങ്ങൾ തുടങ്ങുമെന്നും വി.കെ. ശ്രീകണ്ഠൻ എം.പി. പറഞ്ഞു. സെക്രട്ടറി ശ്രീ പി.വി. മോഹൻ വന്ന് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ യോഗം നടന്നു. പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചു. ഇന്നു മുതൽ ബൂത്ത് തല യോഗങ്ങൾ നടക്കുകയാണ്. BLA-മാരുടെ മീറ്റിംഗ് നടക്കുകയാണ്. ഒരു സംശയവും വേണ്ട, പാലക്കാട് UDF-ന്റെ ഒരു ശക്തമായ ഒരു ഉരുക്ക് കോട്ടയാണ്. വിജയം ഞങ്ങൾ ആവർത്തിക്കും. കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, പാലക്കാടെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുഴുവൻ ചൂടും കേന്ദ്രീകരിക്കുക ഒരുപക്ഷെ പാലക്കാടായിരിക്കും. അത്തരത്തിൽ വളരെ കൃത്യമായ പ്രവർത്തനം കോൺഗ്രസിനെ സംബന്ധിച്ച് കൂടിയേ തീരൂ ആ മണ്ഡലത്തിൽ. ആ നിലയിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്കാണോ അവർ അവിടെ പോകുന്നത്? ഒപ്പം ചേലക്കരയിലും എന്തൊക്കെയാണ് കോൺഗ്രസിൻ്റെ പദ്ധതികൾ, ആലോചനകൾ? ലക്ഷ്മി, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന വിജയം, അതിന്റെ അനുകൂല ഘടകങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇരു മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇരു മണ്ഡലങ്ങളിലും അതിശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് മുന്നണി പ്രവർത്തനങ്ങളുമായി കോൺഗ്രസ് ഇതിനോടകം തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നുള്ളത് തന്നെയാണ് പാലക്കാട്ടെ എംപിയും തൃശൂർ DCC പ്രസിഡന്റുമായ വി.കെ. ശ്രീകണ്ഠൻ വ്യക്തമാക്കുന്നത്. പാലക്കാട്ടിൽ AICC അംഗം വി.കെ. മോഹനൻ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കളുടെ പ്രാഥമിക യോഗം ഇന്നലെ തന്നെ നടന്നു. ഇന്നു മുതൽ ബൂത്ത് മണ്ഡലതല യോഗങ്ങൾ നടക്കുന്നു. ഇന്ന് വൈകിട്ട് തന്നെ ചേലക്കരയിലും പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ധാരണ നേതാക്കൾക്ക് നൽകുന്നതിനായി യോഗം നടക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇരു മണ്ഡലങ്ങളിലും അതിശക്തമായ മത്സരം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പാലക്കാട് തുടർച്ചയായി വിജയിച്ച ഷാഫി പറമ്പിൽ ലോക്സഭാ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാനത്ത് കോൺഗ്രസിന് മേൽക്കോയ്മ ഉള്ള മണ്ഡലമാണെങ്കിൽ കൂടിയും വലിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി CPM-ഉം ഇതിനോടകം മുന്നോട്ട് വന്നിട്ടുണ്ട്. അവിടെ കടുത്ത മത്സരം തന്നെ പാലക്കാട് മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ K. രാധാകൃഷ്ണൻ കുത്തകയാക്കി വെച്ചിരുന്ന ചേലക്കര മണ്ഡലത്തിലും രമ്യ ഹരിദാസ് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള പ്രചരണങ്ങൾ ഇതിനോടകം തന്നെ ശക്തമാണ്. അത്തരത്തിൽ 5000 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ ലോക്സഭയിൽ CPM-ന് ഈ മണ്ഡലത്തിൽ നിന്ന് നേടാനായത്. ഇരു മണ്ഡലങ്ങളിലും ചേലക്കരയിലും പാലക്കാടും അതിശക്തമായ മത്സരങ്ങൾ നടക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ചുക്കാൻ പിടിക്കുക പാലക്കാട് MP-യും തൃശൂർ DCC പ്രസിഡന്റുമായ വി.കെ. ശ്രീകണ്ഠൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിൽ ഇരു മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്നു മുതൽ കൂടുതൽ സജീവമാകുമെന്നുള്ള സൂചനകൾ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ തീരുമാനങ്ങളായിട്ടില്ല. ഷാഫി പറമ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ആയിരിക്കാം അദ്ദേഹം പ്രകടിപ്പിച്ചത്. ചേലക്കരയിലും അത്തരത്തിലൊരു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടില്ല എന്നും വ്യക്തമാക്കുന്നു. ഏതായാലും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കാലേക്കൂട്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ലക്ഷ്മി, ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലാണ് കോൺഗ്രസ് ഉള്ളത്. തൃശ്ശൂരിൽ നിന്നും ലെവിൻ കെ വിജയനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.